എന്താല്ലേ നമ്മൾ ഈ കാണുന്നത്? സത്യം പറഞ്ഞാൽ ഞെട്ടുകയാണ്. എൻ്റെ എല്ലാ പ്രഡിക്ഷനും ശരിയായി. ഞാൻ പ്രഡിക്ഷൻ വീഡിയോ അവതരിപ്പിക്കുമ്പോൾ ചിലർ പറഞ്ഞു നീ റിച്ചിന് വേണ്ടിയാണ് പച്ചക്കളവ് പറയുന്നതാണെന്നാണ്. ഒരൊറ്റ പ്രഡിക്ഷൻ പോലും തെറ്റിയിട്ടില്ല. സന്ദീപ് വാര്യറൊക്കെ മികച്ച ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. വിഷയത്തിലൊക്കെ കിടക്കാം. പിണറായി വിജയൻ രംഗത്ത് വന്നിട്ടുണ്ട്. പിണറായി വിജയന്റെ അവസ്ഥ ഞാൻ ആദ്യം പറഞ്ഞുതരാം. പൊന്നു മനുഷ്യന്മാരെ, അതിനു മുമ്പ് സന്തോഷത്തിന് വേണ്ടി ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്തെങ്കിലും ഒരു കമന്റ് ഇടണം. ഓക്കെ, അതായത് പിണറായി വിജയൻ പറയുന്ന രംഗമുണ്ട്, അത് ഞാൻ വെച്ച് തരാം. സത്യം, അതായത് സാധാരണക്ക് പറയാൻ വാക്ക് വരുന്നില്ല. സത്യം പറഞ്ഞാൽ പിണറായി വിജയന് പച്ചവെള്ളം പോലും കുടിക്കുന്നില്ല എന്നാണ്. പിണറായി വിജയന് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കുന്നില്ല. TV ഓഫ് ചെയ്തിട്ട് എനിക്ക് തലവേദന, ഞാനൊന്ന് ഒരു 5 മിനിറ്റ് കിടന്നുറങ്ങുന്നു എന്ന് പറഞ്ഞ് മുങ്ങി എന്നാണ് കിട്ടുന്ന വിവരം. പിണറായി വിജയന്റെ ഒരു ഗതികേട് ഇന്ന് വരെ, അതായത് വോട്ടെണ്ണെന്ന് ഞാൻ കളിയാക്കുന്നല്ല പൊന്നു മനുഷ്യന്മാരെ, വിഷയം എന്തായാലും പറയണം. അതായത് 6 റൗണ്ട് വരെ പിണറായി വിജയനെ തോറ്റിട്ടില്ലേ? അവിടെ ഒരു സാധാരണക്കാരനായ റഷീദ് എന്ന ചെറുപ്പക്കാരൻ പിണറായി വിജയനെ വിറപ്പിച്ചിട്ടില്ലേ? CPM കോട്ട ഓരോന്നോരോന്നായിട്ട് പൊട്ടിയിട്ടില്ലേ? തകർത്ത് തരിപ്പണമായില്ലേ? ഇതൊക്കെ ഞങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും. ഞങ്ങളൊക്കെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിയിട്ടാണ് എക്സിറ്റ് പോൾ തയ്യാറാക്കുന്നത്. ഞാൻ പറഞ്ഞത് പ്രഡിക്ഷനിൽ ഒരൊറ്റ പ്രഡിക്ഷൻ പോലും തെറ്റിയിട്ടില്ല. പിണറായി വിജയൻ കരയുകയാണ്. നമുക്ക് ആദ്യം പിണറായി വിജയൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് കേൾക്കാം. അതിനുശേഷം എലക്ഷനിൽ തോറ്റ ചില മഹാന്മാർ തോക്കുന്നതിന് മുമ്പ് എന്ത് പറഞ്ഞു, തോറ്റതിന് ശേഷം എന്ത് പറഞ്ഞു, അതും കൂടി നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം പിണറായി വിജയന് പറയാനുള്ളത് ജസ്റ്റ് ഒന്ന് കേൾക്കാം. ഓക്കെ, മെയ് 4 ഫലം വരുമ്പോൾ ഒരു സംശയമില്ല, LDF ആയിരിക്കും മുന്നിൽ. എത്ര സീറ്റ് കിട്ടും? അത് നേരത്തെ ഉള്ളതിൽ കൂടുതൽ സീറ്റ് ഉണ്ടാവും. 100 മേളിൽ പോകും. 100 നേരത്തെ ഉള്ളതിൽ കൂടുതൽ, അത് 100 മേലെ തന്നെ പോകും. എന്റെ പൊന്ന് പിണറായി വിജയ, ഇങ്ങനെ ചിരിക്കാൻ കാരണം ഇങ്ങനെ കളിയാക്കുന്നതല്ല ജനങ്ങളെ. ഇങ്ങേര് നമ്മൾ പിണറായി വിജയ നിങ്ങൾ കാണിക്കുന്ന വൃത്തികേടിനെ കുറിച്ച് ഞങ്ങൾ ചോദിക്കുമ്പോ വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് നിങ്ങൾ പറഞ്ഞു. അയ്യപ്പൻ പുറക്കോ മിസ്റ്റർ പിണറായി വിജയൻ? അയ്യപ്പന്റെ സ്വർണം കട്ടിട്ടില്ലേ നിങ്ങള്? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. ഇങ്ങനെ പറഞ്ഞത് കേട്ടല്ലോ, 100-ന് മുകളിൽ സീറ്റ് ഞങ്ങൾക്ക് നേടുന്നാണ്. സത്യം പറഞ്ഞാല് ഞാൻ ഏറ്റവും അവസാനം നോക്കുമ്പോൾ 36 സീറ്റാണ്. ഒരുപക്ഷെ 30 ആവാനും സാധ്യതയുണ്ട്. ഓക്കെ, എന്താണ് മിസ്റ്റർ പിണറായി വിജയൻ, എന്ത് പറ്റി നിങ്ങളുടെ പാർട്ടിക്ക്? ഒരു കാര്യം കൂടി പറയാം. ഒരു പെൺകുട്ടി രംഗത്ത് വന്നിട്ട് പിണറായി വിജയൻ ജയിക്കൂന്ന് പറഞ്ഞിട്ട് മുമ്പ് അതിനുള്ള മർമ്മമായ മറുപടി ഒന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, പിണറായി വിജയൻ മെയ് 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ AKG സെന്ററിന്റെ അകത്ത് നിന്ന് മാധ്യമങ്ങളെ കാണാനായിട്ട് ഒരു വരവുണ്ട്. ആ വരവിന് വേണ്ടിയാണ് ഓരോ ഇടതുപക്ഷക്കാരനും വെയിറ്റ് ചെയ്യുന്നത്. ആ വരവ് ഒരു 1.5 വരവായിരിക്കും മക്കളെ. എക്സിറ്റ് പോൾ സർവേകളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇടതുപക്ഷം കേരളം 3ാമതും ഭരിക്കും. മെയ് 4 അതൊരു ചുവന്ന പുലരിയായി മാറും. അന്ന് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ചുവന്ന കൊടുങ്കാറ്റ് വീശും. കളിയാക്കിയവരും കുറ്റം പറഞ്ഞവരും ആ കൊടുങ്കാറ്റിൽ പാറിപ്പോകും. നിങ്ങൾ സന്തോഷിച്ചോളൂ, സ്വപ്നം കണ്ടോളൂ. പക്ഷെ അതിനൊക്കെ മെയ് 4 വരെ മാത്രമേ ആയുസുള്ളൂ. കേരളം ഇനിയും ചുവക്കും. നല്ല ചെഞ്ചോര നിറമുള്ള ചുവന്ന ചെങ്കൊടി മെയ് 4-ന് കേരളത്തിൽ പാറിപ്പറക്കും. എന്തൊക്കെയാണ്. ഞാനൊരു കാര്യം പറയാം, ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സ് ഒരു കാര്യം പറയുമ്പോൾ ഞങ്ങൾ പഠിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഞങ്ങൾ 100 സീറ്റ് കിട്ടും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 101 ആവും, ഇല്ലെങ്കിൽ 98 ആവും. ഇവറ്റകൾ പറയുന്നത് അതായത് ഇൻസ്റ്റഗ്രാമിലൂടെ വൈറലാവണം, ഇവൾ പിണറായി വിജയൻ ജയിക്കൂ എന്ന് പറഞ്ഞാൽ ചിലർ ഫോളോ ചെയ്യും. അങ്ങനെ റിച്ച് നേടാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട ജനങ്ങളെ ഇവൾ പറ്റിക്കുകയായിരുന്നു. പിണറായി വിജയൻ ജയിക്കും എന്ന് പറഞ്ഞിട്ട് എന്തായി? കനത്ത തോൽവിയല്ലേടി പിണറായി വിജയൻ തോറ്റത്? നാണമുണ്ടോ നിനക്കൊക്കെ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട്? ഇത്തിരിയെങ്കിലും ബോധത്തോട്, പരിസര ബോധത്തോട് സംസാരിക്കണം മിസ്റ്റർ. നമുക്ക് അതായത് അഖിൽമാരാർ ചിരി വരുന്നുണ്ട്. അഖിൽമാരാർ പറഞ്ഞൊരു വാക്കും നിലവിൽ എന്താണ് സംഭവിച്ചത് അതും ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഇവിടെ എനിക്കൊരു സ്പെഷ്യൽ മെൻഷൻ കൂടി ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാം. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, തുടക്കം കുറിക്കുകയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്വീകരണത്തിന് 1000 നന്ദി അറിയിച്ചുകൊണ്ട് അഖിൽമാരാർ ഞാൻ മുന്നിലാവുന്നാണ് അരുൺകുമാർ വായിക്കുമെന്നാണ് അഖിൽമാരാർ പറഞ്ഞത്. എന്താണ് അരുൺകുമാർ നിങ്ങൾക്ക് പറയാനുള്ളത്? അടുത്തത് അഖിൽ രാജാണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 24,303 വോട്ടുകൾക്ക് അഖിൽ മാരാർ എന്ന അഖിൽ രാജ് എന്ന
അഖിൽ കോട്ടാത്തല ഇപ്പോൾ പിന്നിലാണ്. ആദ്യം യൂത്ത് കോൺഗ്രസ് ആയിരിക്കുകയും പിന്നീട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുകയും പിന്നീട് അവിടെ നിന്ന് തിരിച്ച് യുവമോർച്ചയിലേക്കും BJPയിലേക്കും ഒക്കെ വന്ന് അവിടെ നിന്ന് 2020 വന്ന് മത്സരിച്ച അഖിൽ മാരാർ കഷ്ടിച്ചു പിടിച്ചിരിക്കുന്നത് 9,161 വോട്ടുകളാണ്. 9,161. എവിടെ? തൃക്കാക്കരയിൽ ഉമാ തോമസിനേക്കാൾ 24,000 വോട്ടുകൾക്ക് പിറകിലാണ് അഖിൽ രാജ് എന്ന അഖിൽ മാരാർ എന്ന വിവരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കും. അപ്പൊ സന്തോഷമായല്ലോ എല്ലാവർക്കും. ഓക്കെ, ഡോക്ടർ അരുൺകുമാർ, നമ്മൾ ഈ അഖിൽ മാരാറിനെ ഒന്നും ഈ സമയത്ത് അങ്ങനെ പറയാൻ പാടില്ല ഡോക്ടർ അരുൺകുമാർ. കാരണം പിണറായി വിജയൻ പിന്നിൽ നിൽക്കുന്ന സമയത്ത് എന്ത് അഖിൽ മാരാർ? അല്ല, അത് പറയണമല്ലോ, ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണമല്ലോ. എന്താടാ അഖില, എന്താണ് നീ? അതായത് അഖിൽ മാരാറെ ഒരൊറ്റ കാര്യം പറയാം, അഖിൽ മാരാർ കോൺഗ്രസിൽ മത്സരിക്കേണ്ട ആളായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ കാല് പിടിച്ചു. രമേശ് ചെന്നിത്തല പറഞ്ഞു, മോനെ നിനക്ക് പഞ്ചായത്തിൽ പോലും മത്സരിക്കുന്ന യോഗ്യതയില്ല, കോൺഗ്രസിൽ മത്സരിക്കേണ്ടത് ജയിക്കുമെന്ന് ഉറപ്പുള്ള ജനങ്ങളെ നല്ല രീതിക്ക് ഭരിക്കുന്ന ജനനായകന്മാരാണ് കോൺഗ്രസിലേക്ക് വേണ്ടത്. നിന്നെപ്പോലെ 5 മിനിറ്റിന് നിലപാട് മാറ്റുന്നവരെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് രമേശ് ചെന്നിത്തല ഈ പറയുന്ന അഖിൽമാരെ പറഞ്ഞു ഓടിക്കുകയാണ്. പൊന്നു മനുഷ്യന്മാരെ, VD സതീശന്റെ നടുക്കുന്ന ഞെട്ടിക്കുന്നൊരു പ്രതികരണം വന്നിട്ടുണ്ട്, അത് വെച്ച് തരാം. അതിനു മുമ്പ് തൃക്കരിപ്പൂർ ഒന്ന് ചർച്ച ചെയ്തേ മതിയാവും. എന്താണ് തൃക്കരിപ്പൂർ? ആരാണ് തൃക്കരിപ്പൂർ? എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ ഒരു കാര്യം പറയാം. CPMന്റെ കോട്ടയാണ്, ചെങ്കോട്ടയാണ് തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂരിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ CPMൽ നിന്ന് കഴിഞ്ഞാലും ഞാൻ നിന്ന് കഴിഞ്ഞാലും നമ്മൾ ഒരു പണിയും എടുക്കാതെ മിണ്ടാതെ കാറിലിരുന്നാലും നമ്മൾ CPMലാണ് നിൽക്കുന്നതെങ്കിൽ 30,000 40,000 വോട്ടിൽ നമ്മൾ ജയിക്കും. അത്രയും വലിയ CPMന്റെ കോട്ടയാണ്. EMS മുതൽ എന്തിനു വേണം, ധർമ്മടം പോലും ഇല്ല. കേരളത്തിൽ ഏറ്റവും നല്ല CPMന്റെ കോട്ട ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൃക്കരിപ്പൂറാണ്. ആര് നിന്നാലും ജയിക്കും, ഉറപ്പാണ്. ഇപ്പൊ ധർമ്മടത്ത് പിണറായി വിജയന് സാഹചര്യത്തിൽ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിണറായി വിജയൻ നിൽക്കുന്ന ഒരു മണ്ഡലമാണ് തൃക്കരിപ്പൂർ. ആര് നിന്നാലും ജയിക്കുന്ന ഒരു മണ്ഡലം ഉറപ്പാണ്. ആ മണ്ഡലത്തിൽ മുസ്തഫ എന്ന CPMന്റെ ആ ഒരു മുസ്തഫയെ തോറ്റ് പണ്ടാരമടങ്ങി അവിടെ സന്ദീപ് വാര്യർ ജയിച്ചു എന്ന നടുക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പൊന്നു മനുഷ്യന്മാരെ വരുന്നത്. സന്ദീപ് വാര്യർ അവിടെ ജയിച്ചു കഴിഞ്ഞു. എന്താണല്ലേ, ആര് നിന്നാലും CPMന്റെ ഇനിയിപ്പോൾ എന്താണ് ഞാൻ പറയുന്നത്, നിങ്ങൾ നിന്നാലും 50,000 വോട്ടിന് ജയിക്കും CPMന്റെ. പിന്നെന്തുകൊണ്ടാണ് അവിടെ സന്ദീപ് വാര്യർ ജയിച്ചത്? മുസ്തഫ എന്ന വൃത്തികെട്ട ഭരണം ഇനി വേണ്ട, മുസ്തഫയുടെ ഭരണം വേണ്ട, സന്ദീപ് വാര്യർ ഭരിച്ചാൽ മതി. തൃക്കരിപ്പൂരിന് ഒരു മാറ്റം വേണം. വർഷങ്ങളായിട്ട് ഞങ്ങളെ പറ്റിക്കുന്ന പിണറായി വിജയൻ എന്ന് അവിടത്തെ നല്ലവരായ മനുഷ്യന്മാർ തീരുമാനിക്കുകയും നമ്മുടെ സന്ദീപ് വാര്യർ അവിടെ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. പൊന്നു മനുഷ്യന്മാരെ, VD സതീശന്റെ ഒരു വാക്കും കൂടി നിങ്ങൾ കേൾക്കണം. ഓക്കെ, ഞാൻ ഇതിനു മുമ്പല്ല എല്ലാ പ്രവചനങ്ങളും നടത്തിയപ്പോൾ നിങ്ങൾ ഉള്ളിലെങ്കിലും ചിരിച്ചിട്ടുണ്ട്. 20,000-ന് 25,000 വോട്ടേടയിലാണ് തൃക്കാക്കരയിൽ പറഞ്ഞത്. 25,000 വോട്ട് കിട്ടിയ നിങ്ങൾ എന്തായാലും ചോദിച്ചാൽ കിട്ടിയ വിസ്മയകരമായ ഭൂരിപക്ഷം പുതുപ്പള്ളി പറഞ്ഞു. അപ്പൊ നിങ്ങൾ അവസാനത്തെ ദിവസം ചോദിച്ചു എന്താ വിസ്മയം? നമ്മുടെ ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭൂരിപക്ഷം 33,000 ഇത് 35-ന് മീതെ പോകുന്നതാണ്. 37 കിട്ടിയ പുതുപ്പള്ളിയിൽ. പാലക്കാട് എന്താ പറഞ്ഞത്? 15,000 കിട്ടേണ്ടത്. പക്ഷെ CPM ഒരുപാട് വൃത്തികേടുകൾ കാണിച്ചുകൊണ്ട് 15,000-ന് മീതെ പോകുന്നത്. പറഞ്ഞ കേൾക്ക്, അല്ല കേക്ക് ചോദിച്ചാൽ മാത്രം പോരല്ല, കേൾക്കണ്ടേ? അത് 18 ആണോ? 7% വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു പറഞ്ഞു നിലമ്പൂര്. പറഞ്ഞോ, 7% 12,000 വോട്ടാ, 14,000 ജില്ലാണ് വോട്ട് ജയിക്കും. ശരിയാണല്ലോ. 17 മുതൽ 19 വരെ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു പാർലമെന്റിൽ. ഇതൊക്കെ നോക്കിക്കോ, ഇതൊക്കെ പറഞ്ഞേക്കാണ് നേരത്തെ. 18 കിട്ടി. ലോക്കൽ ബോഡി ഇലക്ഷനിൽ നിങ്ങളോട് പറഞ്ഞു 4 കോർപ്പറേഷൻ ഉറപ്പാകുന്നു. 4 കോർപ്പറേഷൻ, 7 ജില്ലാ പഞ്ചായത്ത് ഉറപ്പാണ്. ചിലപ്പോൾ 8-9 കിട്ടുന്നു. ശരിയാണ്. 8ാമത്തത് കാസർഗോഡ് 1 സീറ്റിൽ പോയി, 9ാമത്തെ തിരുവനന്തപുരം 2 സീറ്റിൽ പോയി. 55% ഗ്രാമപഞ്ചായത്ത് കിട്ടുന്നത് 59 കിട്ടി. 60% മുനിസിപ്പാലിറ്റി കിട്ടുന്നത് 64 കിട്ടി. അതൊക്കെ ഒന്ന് എടുത്ത് നോക്ക്. അതുപോലെ തന്നെയാണ് പറയുന്നത് 100-ൽ കൂടുതൽ സീറ്റ് കിട്ടും. എന്താ അല്ലേ ഇങ്ങനെ പറഞ്ഞത്? പുഷ്പം പോലെ നടന്നു എന്നല്ലേ? സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞത് ക്ലിയറായി കൃത്യമായിട്ട് നടന്നു പൊന്നു മനുഷ്യന്മാരെ. അപ്പോൾ ഇനാണ് നമ്മുടെ പരിപാടി തുടങ്ങാൻ പോകുന്നത്. പിണറായി വിജയൻ എന്ത് പറയുന്നു, MV ഗോവിന്ദൻ എന്ത് പറയുന്നു, 2 ദിവസം ഇത് മാത്രമായിരിക്കും നമ്മുടെ ചർച്ചാ വിഷയം. തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ.